ഹലോ. കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോ വീട്ടിലാണ് ഇരിക്കുന്നത്. എന്താ ഇന്നലെ വന്നിട്ട് ഓർഡറൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. ഈ കുട്ടീനായിട്ടാണ് വന്നത്. പക്ഷെ എനിക്കിവിടെ കയറാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഞാൻ എന്താ പറയുക, കുറേ കഷ്ടപ്പെട്ടു ഈ കുട്ടീനായിട്ട് വന്നിട്ട്. എന്നിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്നിട്ട് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ രാത്രി ഇവിടെ ലൈറ്റൊന്നും ഉണ്ടായില്ല കേട്ടോ. ഒരു ലൈറ്റ് പോലും ഈ വീട്ടിലില്ല, പുറത്തില്ല. ഞാൻ ബൾബ് വാങ്ങിയിട്ട് ഈ ലൈറ്റ് ഇട്ടതാണ്. ഈ CFL ഞാൻ ഇട്ടതാണ് വാങ്ങിയിട്ട്. ഒരു ലൈറ്റ് പോലും ഇല്ല. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, മൊത്തം കാടാണ്. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരുമില്ല. ഞാൻ ഈ മോളും മാത്രമാണ്. ഞങ്ങള് ഇന്നലെ രാത്രി ലാസ്റ്റ് പറഞ്ഞു. അതായത് ഞങ്ങളെ എന്താ പറയുക, പോലീസുകാർ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഒരു കുറച്ച് ദൂരെ താമസിപ്പിച്ചു. അതായത് അവർക്ക് എന്താ പറയുക, ഞാൻ ഇങ്ങോട്ട് വരരുത്. അപ്പോൾ ഇങ്ങോട്ട് വരരുതെന്ന് ഉദ്ദേശം അങ്ങനെയല്ല. അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല രണ്ടു കൂട്ടരും. കാരണം അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. പ്രശ്നം ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു. പിന്നെ അവരൊരു വിവരവും ഇല്ല. പൈസയും തന്നു. കാരണം എൻ്റെ കയ്യിൽ എനിക്കിപ്പോൾ ഞാൻ ഇത്രയും ഈ ഒരു വീട് ഈ ഒരു വലിയൊരു വീട് ഉണ്ടായിട്ട് ഞാൻ പോയിട്ട് റെന്റിന് നിൽക്കണം. ഞാൻ ഈ കുട്ടിയും പോയിട്ട് റെന്റിന് നിൽക്കേണ്ട അവസ്ഥയാണ്. ഇവര് അതിൻ്റെ ഇതൊന്നും ഏറ്റെടുക്കുന്നില്ല. എനിക്ക് ഓർഡർ ഉണ്ട്, കാര്യങ്ങളുണ്ട്. എനിക്കും കുട്ടിക്കും വീട്ടിൽ കയറിക്കൂടെ? വീട്ടിൽ കയറ്റി തരണ്ടേ? എനിക്ക് ഓർഡർ ഉണ്ട്. ഞാൻ ഓർഡറായിട്ട് വന്നത്. ഞാൻ ഇല്ലീഗലായിട്ട് കയറിയിട്ടില്ല ഒരിക്കലും. ഞാൻ നേർവഴിക്ക് പോയി ഓർഡർ വാങ്ങിയിട്ട് ആണ് വന്നത്. ഈ കുട്ടിനെങ്കിലും അവർക്ക് എന്നെ കൺസിഡർ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയാ കേട്ടോ. ഈ കുട്ടിനെ കൺസിഡർ ചെയ്താൽ മതി. അതുപോലും കൺസിഡർ ചെയ്യാണ്ട് ഞാനിപ്പോ ഈ രാത്രി ഇവിടെ ഇരിക്കുന്നു. എന്ത് പ്രൊട്ടക്ഷനാണ് എനിക്കുള്ളത്? ഒരു പെണ്ണെന്ന രീതിയിൽ എന്നെ കൺസിഡർ ചെയ്യണമെന്നില്ല കേട്ടോ. ഈ കുട്ടിനെ കൺസിഡർ ചെയ്തിട്ടെങ്കിലും അവര് ഈ വീട് തുറന്നു തരണ്ടേ? ഞാൻ ഇവിടെ നിന്ന് വന്നപ്പോ ഈ വീട്ടിൽ ആളുണ്ടായിരുന്നു. ഇവിടെ പറയുന്ന എല്ലാവരും, പോലീസുകാരായാലും എല്ലാവരും പറയുന്ന പറഞ്ഞാൽ ഇവിടെ വീട് പൂട്ടിക്കെടുക്കാണ്, ഇവിടെ ആരുമില്ല. ഞാനിന്ന് വന്നപ്പോ എന്റെ അമ്മായിമ്മ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അവരുണ്ടായിട്ട് എന്നെ കുറച്ച് തുറന്നു കിടന്നിട്ടുള്ളൂ ഈ വാതിൽ. എന്നെ കണ്ടപ്പോ വേഗം വാലടച്ചിട്ട് ബാക്ക് സൈഡിൽ കൂടെ ഡോറിൽ കൂടെ അവരിറങ്ങിപ്പോയി. അപ്പൊ എന്തിന്റെ പേരിൽ ഈ വീട് അടച്ചു കിടക്കുന്ന വീടാന്നൊക്കെ പറയുന്ന അവര് ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോ അവര് വാതിൽ തുറന്നു തരട്ടെ. ഞാൻ ന്യായമായ ഒരു കാര്യം പറയുന്നുള്ളൂ. എനിക്കിവിടെ കയറിയിട്ട് എനിക്കും മോൾക്കൂടെ കയറി. കാരണം എൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ള വീടാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേരിലാണ് വീടും പറമ്പും. അപ്പൊ പിന്നെ എനിക്കും മോൾക്കും അവകാശപ്പെട്ടതല്ലേ. അപ്പൊ ഞങ്ങളിവിടെ താമസിപ്പിക്കണ്ടേ? പുറത്താക്കാണോ വേണ്ടത്? എനിക്ക് നീതി കിട്ടണം. നീതി കിട്ടിയിട്ടില്ല ഇതുവരെ. നീതി കിട്ടണം. ഞാൻ അതുവരെ എന്തായാലും പോരാടും. ഞാൻ വിട്ടുകൊടുക്കുന്നില്ല. കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മ ഒരിക്കലും മുന്നോട്ട് വരില്ല. നമ്മ തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നാക്കം നിൽക്കുന്നത്. ഞങ്ങള് ഇവിടെ കുറെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ പലരും കമന്റ് ചെയ്തായിരുന്നു, നിങ്ങളിത് സംസാരിച്ച് തീർത്തൂടെ? ഞങ്ങൾ സംസാരിക്കാൻ ഒരുങ്ങിയാണ്. ഞാൻ, എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ ഒരുങ്ങിയെന്നല്ല, ഞങ്ങൾ വന്നതാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ ഇവര് ചെയ്തതെന്നറിയോ? ഇവര് വീട് പൂട്ടി ഒളിച്ചോടും. ഈ അമ്മായിമ്മ വീട് പൂട്ടി പോവും. മാമമാരുണ്ട്, 2 ആങ്ങളമാരുണ്ട്, ഒരു ഗഫൂർ മാമയുണ്ട്, യൂനിസ് മാമയുണ്ട്. അവരുടെ കുടുംബം അടക്കം വീട് പൂട്ടി പോവാണ്. ഞങ്ങൾ അവിടെ ചെന്നത്. അങ്ങനെ പോയപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ചെന്നത്. അപ്പൊ ഇവര് വിളിപ്പിക്കുമ്പോൾ ഫോൺ ആദ്യം എടുക്കും, പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. എൻ്റെ ഒരു പ്രശ്നം ഒരിക്കലും എനിക്ക് മീഡിയ വഴി ഇങ്ങനെ കാണിക്കണം എന്ന് ഒരിക്കലും ആഗ്രഹം ഉണ്ടായിട്ടല്ല. അതായത് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ആയി വന്നത്. അല്ലാണ്ട് ഒരിക്കലും ഇതിങ്ങനെ എല്ലാരെയും കാണിച്ച് പബ്ലിസിറ്റി നേടാൻ ഒരിക്കലും അങ്ങനെ ഞാനൊരു കമന്റ് കണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഒരിക്കലും അങ്ങനെയല്ല. പിന്നെ ഒരു കമന്റ് കണ്ടായിരുന്നു, പീഡനം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ വീട്ടിൽ കയറി താമസിക്കുന്നത്? അങ്ങനെയല്ല.
പീഡനം അങ്ങനെയല്ല, വേറെ എന്നെയും കുട്ടീനെയും പുറത്താക്കണം. പുറത്താക്കി. അപ്പോൾ ഞാനും കുട്ടി വേറെ എവിടെ പോയി നിൽക്കും? അപ്പൊ എന്റെ അമ്മായിമ്മ ഇന്നലെ CI ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞാനിവിടെ ഉണ്ടെങ്കിൽ അവരിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഇപ്പൊ നോക്കിയിട്ട് എനിക്ക് നടക്കില്ലല്ലോ, എനിക്കും കുട്ടിക്കും വേറെ ഞാൻ എവിടെ പോവാൻ? എന്നെ കല്യാണം കഴിച്ചു കൊടുത്ത വീടാണ്. എനിക്കിപ്പോ എന്റെ വീട്ടില് കാലാകാലം നിൽക്കാൻ പറ്റില്ല. ഇവർക്ക് എന്താന്ന് വെച്ചാൽ ഇവരെ തീരുമാനം എന്താ അറിയോ? ഇവർക്ക് വേണ്ട, അതായത് കല്യാണം കഴിച്ച് ഇപ്പൊ 4 വർഷം ഇവർക്കാണ് വേണ്ടാത്തത്. അപ്പൊ ഇവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവര് ലീഗലി ഡിവോഴ്സ് ഫയൽ ചെയ്യണ്ടേ? ഇവര് ഫയൽ ചെയ്യുന്നില്ല. ഇവര് ഫയൽ ചെയ്യാണ്ട് ഇവരിങ്ങനെ അകറ്റി നിർത്താൻ, അതായത് ഒന്നും തരാണ്ട് ഒഴിവാക്കാനുള്ള ഉദ്ദേശം. അതായത് എനിക്കൊരു ജീവിതം പാടില്ല, എന്റെ ഭർത്താവിനൊരു ജീവിതം പാടില്ല, അങ്ങനെയാണ് അമ്മായിമ്മയുടെ ആഗ്രഹം. അമ്മായിമ്മ അതിനാണ് ഈ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ വീട്ടിൽ നിൽക്കണം ഈ കുട്ടീനായിട്ട് ഞാൻ എന്റെ വീട്ടിൽ നിൽക്കണം. ഹസ്ബൻഡിനെ കൊണ്ട് അവരിനി വേറെ കല്യാണം കഴിപ്പിക്കില്ല. അങ്ങനെ നിർത്തി ഞങ്ങൾക്കൊരു ജീവിതം ഇല്ലാണ്ടാക്കണം. അവർക്ക് എന്നെ വേണ്ട എന്ന് പറയുന്നുണ്ട്, എല്ലാവരോടും നാട്ടുകാരോടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വേണ്ട എന്നുണ്ടെങ്കിൽ അവർ ലീഗലി ഡിവോഴ്സ് ഫയൽ ചെയ്യണ്ടേ? അങ്ങനെയല്ലേ വേണ്ടത്? നിങ്ങൾ എന്നെ പറ. ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ട് മാന്യമായിട്ട് ഞങ്ങൾ ഒഴിവാക്കിക്കോട്ടെ, ഞാൻ റെഡിയാണ്. അല്ലാത്ത പക്ഷെ ഞാൻ ഒരിക്കലും ഡിവോഴ്സ് ഫയൽ ചെയ്യില്ല. കാരണം എനിക്ക് കൊച്ചു മോളുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ മോളുള്ളതുകൊണ്ട് ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ട് എത്രയായാലും എന്റെ മോളുടെ വാപ്പ അദ്ദേഹം തന്നെ ആവുമല്ലോ. അത് ആർക്കും അത് മാറ്റിവെക്കാനൊന്നും പറ്റില്ലല്ലോ. അത് ഞാനിപ്പോ വേറൊരു കല്യാണം കഴിച്ചാലും വാപ്പ തന്നെയാണ് അല്ലേ? അപ്പോ നമുക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ അങ്ങനെ പറയാണ്. അപ്പൊ ആ ഒരു സ്ഥാനം ഒരിക്കലും മാറ്റാൻ പറ്റാത്ത വലിയ സ്ഥാനം. അപ്പോ ഞാൻ കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാ. പിന്നെ എന്താ പറയാ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സംസാരിക്കാനൊക്കെ കുറെ നോക്കിയതാ ഇവരായിട്ട്. ഇതൊന്നും ഇത്രയും വഷളാവൂലായിരുന്നു. പക്ഷെ ഇവര് സംസാരിക്കാൻ മുന്നോട്ട് വരുന്നില്ല. ഇവരാരും, എന്റെ ഹസ്ബൻഡ് വരുന്നില്ല, ദുബായിൽ ഒളിച്ചിരിക്കുകയാണ്. ഞാൻ എത്ര തവണ പറഞ്ഞു ഒന്ന് വന്ന് തീരുമാനാക്ക്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നല്ലതാണെങ്കിൽ നല്ലത്. പക്ഷെ ഞാൻ ഒരിക്കലും ഡിവോഴ്സ് ഫയൽ ചെയ്യില്ല. ഞാൻ കുടുംബ കോടതി പോയിട്ട് ഞങ്ങള് ഒന്നിച്ച് ഇതാക്കാൻ. കാരണം എന്റെ ജീവിതത്തിൽ പ്രശ്നം അമ്മായിമ്മ മാത്രമാണ്. അപ്പോ അമ്മായിമ്മയാണെങ്കിൽ കണ്ട എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ, അല്ലാണ്ട് ഹസ്ബൻഡ് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. ഹസ്ബൻഡ് ഉമ്മാനെ മാത്രം അനുസരിക്കുക. പിന്നെ ഞാനൊരു കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞു, പക്ഷെ പറഞ്ഞില്ല എന്നുകൊണ്ട്. ആക്ച്വലി എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മാക്ക് 2 മക്കളാ. എന്റെ ഹസ്ബൻഡും ഒരു പെങ്ങളെ പുറത്താക്കിയതാ ഈ അമ്മായിമ്മ. അതായത് എന്റെ അമ്മായിമ്മ അവരെ സ്വന്തം മകളെ പുറത്താക്കിയതാ. അതിന് പിന്നാലെയാണ് എന്നെ പുറത്താക്കുന്നത്. ഇനി അടുത്തത് എന്റെ ഹസ്ബൻഡിനെയും പുറത്താക്കുക. അവർ അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. സ്വന്തം മകളെ പുറത്താക്കിയ ഉമ്മയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സ്വന്തം മോളെ പുറത്താക്കിയതാ. മോള് എന്താ പറയാ, കാലിന് വയ്യാത്ത പെൺകുട്ടിയായിരുന്നു. അപ്പോ 3 ചെറിയ മക്കളും ഉണ്ടായിരുന്നു. അതിനെ പുറത്താക്കി. പിന്നെയാണോ മരുമകളായ ഞാന്. അപ്പൊ അവർക്ക് ബന്ധങ്ങളൊന്നുമില്ല. മക്കള്, ഭർത്താവ്, ആങ്ങളമാര്, അവർക്ക് കുറേ പൈസ വേണം. മറ്റുള്ളവരുടെ മുതല് വെട്ടിപ്പിടിക്കണം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരെ. പൈസയാണല്ല, പൈസ ഒക്കെ വേണം, പൈസ കാര്യങ്ങൾക്ക്. പക്ഷെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണ ജീവിതത്തിനാ. നമുക്ക് ജീവിതമാണ് വലുത്. പൈസ എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ അല്ല, ജീവിതമാണ് വലുത്. കുറെ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? അതിന് സമാധാനം ഉണ്ടോ? അതായത് നമുക്ക് ഈ പറഞ്ഞ ഈ വലിയ വീട് നോക്കി, ഈ വലിയ വീട് പൂട്ടിയിട്ടിട്ട് ഞാനും മോളും വരാണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, മറ്റേതിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇത് വലിയൊരു വീടാ, 4 റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് വലിയ വീട് പൂട്ടിയിട്ടിട്ട് ഞാനും മോളും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ മറ്റുള്ള വീട്ടിൽ നിൽക്കുകയാണ് ഈ അമ്മായിമ്മ. അപ്പൊ ഇപ്പൊ ആകെ ഒരു മരുമകളേ ഉള്ളൂ, അതായത് ഞാനേ ഉള്ളൂ. അപ്പൊ സന്തോഷമായിട്ട് എന്നെയും മോളായിട്ട് അവർക്ക് നിന്നൂടെ? അവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഹസ്ബൻഡിന് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ കോർട്ട് ഓർഡർ ഉണ്ട്, എല്ലാം ഉണ്ട്. എനിക്കിവിടെ കയറാനുള്ള എല്ലാം ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാനിവിടെ ഉള്ളപ്പോഴാണ് എന്നെ പുറത്താക്കിയത്. ഞാനിവിടെ താമസിക്കലെയാണ് എന്നെ പുറത്താക്കിയത്. അപ്പോൾ എനിക്ക് എല്ലാ ഓർഡർ ഉണ്ട്, എനിക്കിവിടെ കയറാൻ പറ്റും. പക്ഷെ സമ്മതിക്കുന്നില്ല. ഇതുവരെ ആരും വന്നിട്ടില്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതുവരെ ആരും വന്നിട്ടില്ല. ഞാനിവിടെ മോള് ഉറങ്ങാണ്, പായൊക്കെ വിരിച്ചിട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇതുവരെ ആരും വന്നിട്ടില്ല. ആരും വരുന്നുണ്ട് കേട്ടോ.
ഉറങ്ങി. കണ്ട് ഞാൻ ലൈവ് പോയിരുന്നു. ഞാൻ ഉമ്മാനെ വിളിച്ചിരുന്നു. ഉമ്മ ഞാൻ ഇക്കാനെ വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അവര് സംസാരിക്കാൻ പോയല്ലക്ക. അവര് പോയിട്ട് പറഞ്ഞില്ലേ, ഒന്നില്ലെങ്കിൽ ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ എനിക്ക് വീട് തുറന്നു തരാം. ഞാൻ വേറൊന്നും പറയുന്നില്ലല്ലോ, ന്യായമായ കാര്യമല്ലേ. വീട്ടിൽ കയറിയിട്ട് ഇങ്ങനൊരു സംസാരം മതിക്കാം. ഇത്ര ആയ സ്ഥിതിക്ക് എന്റെ കയ്യിൽ ഓർഡറും കാര്യങ്ങളും, വീട്ടിൽ കയറി ഇരുന്നിട്ട് സംസാരിക്കാം. അല്ലാണ്ട് അവർക്ക് ഭയങ്കര വാശി. ഇന്നലെ കണ്ടില്ലല്ലോ അവര് സംസാരിച്ച്. ലൈവ് നടക്കുന്നുണ്ട്. വേണ്ട, ഒഴിവാക്കണോ? ഓൾറെഡി ലൈവ് ആയിരുന്നു. അത് അവര്